ഹലോ ഗൈസ്, ഇന്ന് നമ്മുടെ ഡ്രാഗണ് ഫസ്റ്റായിട്ട് പൂട്ടതാണ് കേട്ടോ. നമ്മുടെ ഈ മരത്തിൽ ഫസ്റ്റായിട്ടാണ് ഡ്രാഗണ് പൂടുന്ന. ആ വീഡിയോ ഒന്നും ഞാൻ പൂവ് ഇട്ട് കണ്ടപ്പാടെ വീഡിയോ എടുത്തതാണ്. സൂപ്പറായിട്ട് നല്ല രാത്രി വിരിഞ്ഞതാണ് പൂവ്. അപ്പോൾ വാടി തുടങ്ങിയിട്ടുണ്ട്. രാത്രി 8 മണിക്കാണ് കേട്ടോ നമ്മൾ ഡ്രാഗണിൻ്റെ പൂ വിരിയൽ. അപ്പോൾ ഡ്രാഗണ് 8 മണിക്ക് വിരിഞ്ഞ് രാവിലെ ഒരു 10 മണിയായപ്പോഴാണ് പൂവിൻ്റെ ഇക്കോലം നമ്മൾ കാണുന്നത്. അപ്പം നമ്മൾ ആ പൂവും ഡ്രാഗണിൻ്റെ പൂവ് കണ്ടപ്പോൾ ഞാനതൊന്ന് അതിനൊന്ന് പരാഗണം ചെയ്യാൻ വിചാരിച്ചിട്ടാണ്. ഇത് ഒറ്റപ്പൂവൊക്കെ വിരിയുമ്പോൾ എന്തായാലും നമ്മളൊന്ന് പരാഗണം ചെയ്ത് കൊടുത്തെങ്കിൽ മാത്രമേ അത് പൂവുണ്ടാവുകയുള്ളൂ. പൂവല്ല, കായ് പിടിക്കുള്ളൂ. നമ്മളിപ്പോൾ ഇവിടെ തേനീച്ചയൊക്കെ ഉണ്ട് കേട്ടോ. തേനീച്ച വേണം, അല്ലെങ്കിൽ തേനീച്ച ഇല്ല കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും പരാഗണം നടക്കില്ല. അപ്പോൾ നമ്മൾ തന്നെ പരാഗണം ചെയ്ത് കൊടുക്കണം. ഇപ്പോൾ ഇത് ഒറ്റ പൂവാണെങ്കിലും ഇതിന് തേനീച്ച വന്നിട്ടുണ്ട്. എല്ലായിടത്തും തേനീച്ച വരില്ല. എന്താ നമ്മൾ ഈ പൂമ്പൊടി ഒരു വൈറ്റ് പേപ്പറിലോട്ട് തട്ടി കൊടുക്കുകയാണ്. ആ വൈറ്റ് പേപ്പറിൽ ഒരു മഞ്ഞ കളർ ഉണ്ടില്ല, അതാണ് കേട്ടോ പൂമ്പൊടി. പെട്ടെന്ന് തട്ടിയിട്ട് കിട്ടുന്നുണ്ട്. അപ്പം ഞാൻ ആ പൂമ്പൊടിയൊക്കെ ഒന്ന് സെലക്ട് ചെയ്തിട്ട് അത് അതിലോട്ട് ഇട്ട് കൊടുക്കണം കേട്ടോ. അതിനൊരു ചെറിയ ഒരു കുഞ്ഞു പൂവ് അതിൽ വേറെ സെപ്പറേറ്റ് ഉണ്ട്. ആ കുഞ്ഞു പൂവിൻ്റെ ഹോൾസിലോട്ടാണ് നമ്മൾ ഈ പൂമ്പൊടി ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. അങ്ങനെ നമ്മൾ ആ പൂമ്പൊടി ആ കുഞ്ഞു പൂവിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ശരിക്കും വ്യക്തമായിട്ട് കാണുന്നുണ്ടാവോ? അതുകൊണ്ട് തേനീച്ചക്ക് ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ പൂവിൽ വന്നിട്ടുണ്ട്. നമ്മൾ തേനീച്ച ഉണ്ടെങ്കിൽ നമ്മളിത് ചെയ്ത് കൊടുക്കേണ്ട കാര്യമില്ല. തേനീച്ച ഇല്ലെങ്കിലാണ് നമ്മളിത് ചെയ്ത് കൊടുക്കേണ്ടുള്ളൂ. ഒറ്റപ്പൂവൊന്നും വിരിഞ്ഞാൽ അങ്ങനെ തേനീച്ച ഉണ്ടാവാറില്ല. ഇത് തേനീച്ച വന്നിട്ടുണ്ട്, അതെന്താ അറിയൂല. കുറേ പൂക്കൾ വിരിഞ്ഞ് നിൽക്കുമ്പോഴൊന്നും നമ്മൾ ഒരിക്കലും പരാഗണം ചെയ്ത് കൊടുക്കേണ്ട കാര്യമില്ല. അങ്ങനെ ഞാൻ ആ പൂവിൻ്റെ ഉള്ളിലോട്ട് ഞാൻ ആ പൂമ്പൊടി ഇട്ട് കൊടുത്തിട്ടാണ്. പേപ്പറിലാവുമ്പോൾ നമുക്ക് സുഖമായിട്ട് അതിൻ്റെ ഗ്യാപ്പ് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതാണ് ഇന്നത്തെ എൻ്റെ വീഡിയോ. ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും സബും ചെയ്യണേ. ഓക്കെ, ബൈ.